പോത്തൻസിസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ്. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ ഫുൾ ക്രീം മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫുൾ ക്രീം മിൽക്ക് ഉണ്ടാക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് ഫ്രൂട്ട് സലാഡിന്. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. പാല് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും കുറച്ച് പാലെടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ചെറു ചൂടുള്ള പാൽ ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോഴേക്കും ഒട്ടും കട്ട കെട്ടാതെ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പാല് ഇളക്കുമ്പോഴേക്കും പാത്രത്തിൻ്റെ അടിഭാഗം കൂട്ടി നന്നായിട്ട് ഇളക്കുക. പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ചെറുതീയിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാല് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കൈവിടാതെ ഇളക്കി നന്നായിട്ട് വേണം യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട കിട്ടും. ഇനി ഇത് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ കസ്റ്റാർഡിൻ്റെ മിക്സിന്. കസ്റ്റാർഡ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി നോക്കുമ്പോഴേക്കും തവിയിലൊരു തിക്ക് ലെയറായിട്ട് ഇത് വരും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇതൊന്ന് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇളക്കാതിരുന്നാൽ ഇതിൻ്റെ മുകളിലൊരു തിക്ക് ലെയർ, ഒരു പാടയുണ്ടാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമുക്കിതിലേക്ക് ആവശ്യമായ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. കഴിവതും പുളിയുള്ള ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ആപ്പിളിൽ കുറച്ച് ഹണി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വരുമ്പോഴേക്കും ഇല്ലേ ആപ്പിളിൻ്റെ കളറ് മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറച്ച് ഹണി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. മുന്തിരിയൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ വെള്ളത്തിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചത് കൊണ്ടാണ് ഇതിലൊട്ടും പാടയൊന്നും ഉണ്ടാവാതിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂർ തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് തണുത്ത് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടാതെ ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. 2 മണിക്കൂർ ഞാൻ വെച്ചിരുന്നു. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിന്ന് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇടുന്നുണ്ട്. ഒരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അടിപൊളിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.